55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച ബാലതാരങ്ങൾക്കും ബാലചിത്രത്തിനും പുരസ്കാരങ്ങളില്ല. മിക്ക വർഷങ്ങളിലും പുരസ്കാര പ്രഖ്യാപന വേളയിലാണ് ആ വർഷത്തെ കുട്ടികളുടെ സിനിമയെക്കുറിച്ച് പ്രേക്ഷകർ പലപ്പോഴും അറിയാറുള്ളത്. മികച്ച ബാലതാരം ആൺ പെൺ വിഭാഗങ്ങൾക്കു നേരെ ഈ വിഭാഗത്തിൽ അവാർഡ് ഇല്ല എന്നാണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം കുട്ടികളുടെ സിനിമകളെ അവഗണിച്ചതിനെതിരെ ബാലതാരം ദേവനന്ദ. ഇനി വരുന്ന ഒരു തലമുറയ്ക്കു നേരെയാണ് ഈ അവാർഡ് പ്രഖ്യാപനത്തോടെ ജൂറി കണ്ണടച്ചതെന്ന് ദേവനന്ദ പറയുന്നു. കുട്ടികൾക്ക് കൂടുതൽ അവസരം കിട്ടണമെന്നും അവരും സമൂഹത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞ ജൂറി ചെയർമാൻ കുട്ടികളുടെ അവകാശങ്ങളെ കാണാതെ പോയതിൽ കടുത്ത അമർഷം ഉണ്ടെന്നും ദേവനന്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നിങ്ങൾ കുട്ടികൾക്ക് നേരെ കണ്ണടച്ചോളൂ, പക്ഷേ ഇവിടെ മുഴുവൻ ഇരുട്ടാണെന്ന് പറയരുത്. കുട്ടികളും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നേരെയാണ് 2024 മലയാള സിനിമ അവാർഡ് പ്രഖ്യാപനത്തോടെ ജൂറി കണ്ണടച്ചത്. സ്ഥാനാർത്ഥി ശ്രീകുട്ടനും ഫീനിക്സും അജയന്റെ രണ്ടാം മോഷണവും അടക്കമുള്ള ഒരുപാട് സിനിമകളിൽ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്. 2 കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാതെ ഇരുന്നത് കൊണ്ടല്ല, കൂടുതൽ കുട്ടികളുടെ സിനിമ ചെയ്യണം എന്ന് പറയാൻ ശ്രമിക്കേണ്ടത്. 2 കുട്ടികൾക്ക് അത് നൽകിയിരുന്നു എങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് അത് ഊർജമായി മാറിയേനെ. കുട്ടികൾക്ക് കൂടുതൽ അവസരം കിട്ടണമെന്നും അവരും സമൂഹത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞ ജൂറി ചെയർമാൻ കുട്ടികളുടെ അവകാശങ്ങളെ കാണാതെ പോയതിൽ കടുത്ത അമർഷമുണ്ട്. എല്ലാ മാധ്യമങ്ങളും സിനിമാ പ്രവർത്തകരും പൊതുജനങ്ങളും ഇത് ചർച്ച ചെയ്യണം. അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടല്ല മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. മാറ്റങ്ങൾക്കൊപ്പം അവകാശങ്ങളും സംരക്ഷിക്കാൻ കഴിയണം. ഇതാണ് ദേവനന്ദയുടെ വാക്കുകൾ. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ബാലതാരങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ നൽകാതിരുന്നതിൽ വിമർശനവുമായി നടൻ അരുൺ സോൾ രംഗത്തെത്തിയിരുന്നു. അവാർഡ് ജേതാക്കളെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്റെ പ്രതികരണം അറിയിച്ചത്. ജൂറി അധ്യക്ഷനായ പ്രകാശ് രാജ് അറിയാൻ എന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചത്. മികച്ച കുട്ടികളും ചിത്രങ്ങളും ഇത്തവണ ഇല്ലാത്തതിൽ തനിക്ക് വിഷമം തോന്നിയെന്ന് അരുൺ സോൾ പറഞ്ഞു. നിലവാരത്തിൽ പോരായ്മകളുണ്ടെങ്കിൽ പോലും ലഭ്യമായതിൽ ഏറ്റവും മികച്ച പ്രകടനത്തിന് പ്രോത്സാഹനമെന്ന നിലയിലെങ്കിലും പുരസ്കാരം നൽകാമായിരുന്നു. ഒരു കൂട്ടം കൊച്ചു കലാകാരന്മാരുടെ അവസരമാണ് ജൂറി നഷ്ടപ്പെടുത്തിയതെന്നും അദ്ദേഹം വിമർശിച്ചു. സൂപ്പർ താരങ്ങളായി മാറിയ പലർക്കും അവരുടെ കരിയറിന്റെ തുടക്കത്തിൽ നിങ്ങൾ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട്. അവർ താരങ്ങൾ ആയതുകൊണ്ടാണോ അന്ന് ആ അംഗീകാരം നൽകിയത് എന്നും അരുൺ സോൾ ജൂറിയോട് ചോദ്യം ഉന്നയിക്കുന്നു.